അടുത്ത കാര്യത്തിലേക്ക് പോയാൽ 12ാം അംഗത്തിനൊരുങ്ങുന്നു PJ ജോസഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA UDF സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കും. മകനും കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററുമായ അബു ജോസഫിനെ നേരത്തെ പരിഗണിച്ചെങ്കിലും PJ ജോസഫ് തന്നെ മത്സരിക്കണമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആവശ്യം. ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ലേബി, PJ ജോസഫ് എന്തായാലും മത്സരിക്കും, അതിലൊരു തീരുമാനമായിട്ടുണ്ടല്ലോ അല്ലെ? മറ്റൊരു കാരണങ്ങളും ഇല്ലല്ലോ മാറി നിൽക്കാനൊന്നും. പിന്നെ മകന് മത്സരിക്കാൻ സാധ്യതയുണ്ടല്ലോ അല്ലെ? റോഷ്നി, കഴിഞ്ഞ ജൂണിലായിരുന്നു 84ാം പിറന്നാൾ PJ ജോസഫിന്റെ. ആ ദിവസമാണ് മത്സര രംഗത്ത് നിന്ന് മാറിയേക്കും എന്നുള്ള സൂചന അദ്ദേഹം നമ്മളോട് അന്ന് നടത്തിയത്. അതിനെ തുടർന്നാണ് അത്തരത്തിലൊരു വാർത്തകൾക്കൊക്കെ പ്രചാരം ലഭിച്ചതും. എന്നാൽ നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ വീണ്ടെടുത്ത് അദ്ദേഹം സജീവമായി കഴിഞ്ഞു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ഈ ജില്ലകളിലൊക്കെ അദ്ദേഹം എല്ലാ ഭാഗത്തും സ്ഥാനാർത്ഥികൾ മത്സരിച്ച സ്ഥലത്തൊക്കെ ചെന്നു. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് തന്നെ തൊടുപുഴയിൽ മത്സരിക്കാനാണ് നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം PJ ജോസഫ് ഇതിൽ മത്സരിക്കുന്നത് സ്വാഭാവികമായി ഒരു ക്രിസ്ത്യൻ മുഖമാണ് ഉയർത്തിക്കാണിക്കാൻ, പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക മുഖമാണ്. അതുമാത്രമല്ല, കേരള കോൺഗ്രസ് വിട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ അത് ഫലത്തിൽ ഇത്തരത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാധീനിക്കാൻ ഒരു ഘടകമാകും എന്നുള്ള കാര്യവും കോൺഗ്രസും UDFും പ്രതീക്ഷിക്കുന്നുണ്ട്. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിയമസഭയിലുള്ളതിൽ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം 5 തവണ മന്ത്രിയായി കഴിഞ്ഞു. 12ാം അംഗത്തിന് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു തവണ മാത്രമാണ് തൊടുപുഴയിൽ നിന്ന് പരാജയം അറിഞ്ഞിട്ടുള്ളത്. PT തോമസ് വിജയിച്ച ഒരേ ഒരു തവണ മാത്രമാണ് PJ ജോസഫ് അന്ന് പരാജയപ്പെട്ടത്. ബാക്കിയെല്ലാം ഒരു വിജയ കുതിപ്പ് തന്നെയായിരുന്നു. 70-ൽ തുടങ്ങിയ പടയോട്ടം എന്ന് പറയാൻ സാധിക്കും PJ ജോസഫിന്റെ നിയമസഭാ മത്സരങ്ങളെ. ഏതായാലും 77-ൽ ആഭ്യന്തരമന്ത്രിയായി തുടങ്ങിയതാണ് അത്തരത്തിൽ മന്ത്രിസഭയിലെ അദ്ദേഹത്തിന്റെ പ്രവേശനവും. അതിനുശേഷം 5 തവണ LDFിലും UDFിലും മാറി 5 തവണയോളം മന്ത്രി സ്ഥാനവും വഹിച്ചിട്ടുണ്ട്. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൊടുപുഴയിൽ മത്സരിക്കുക എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFിനെ സംബന്ധിച്ചിടത്തോളം ഹിതകരം തന്നെയാണ്. പിന്നെ റോഷ്നി ചോദിച്ചത് അബുവിൻ്റെ കാര്യം. അബു സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടിയുടെ കോർഡിനേറ്ററാണ്. ഈ ഒരു സാഹചര്യത്തിൽ അബുവിനും യോഗ്യതയുണ്ട്. അബു ജോസഫ് വരും എന്നുള്ള സൂചനകളൊക്കെ ഈ സമയത്ത് ഉണ്ടായിരുന്നതാനും. എങ്കിലും തൊടുപുഴയിൽ PJ ജോസഫ് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ മകനെ കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തുമോ? ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അങ്ങനെ ഒരു ചർച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ 10 സീറ്റ് കേരള കോൺഗ്രസിനുള്ളതാണ് UDFിനുള്ളിൽ. ആ 10 സീറ്റുകൾ നൽകുമോ? അതിന്റെ ചർച്ചയൊക്കെ വരുന്നതേയുള്ളൂ. ഘടകകക്ഷി ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയാലേ അതൊക്കെ സംബന്ധിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ സാധിക്കും. എങ്കിലും അബുവിന് സീറ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ വരും ദിവസങ്ങളിൽ ആലോചിച്ച് തന്നെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ഈ ഘട്ടത്തിൽ അത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല റോഷ്നി. ശരി, എന്തായാലും നേതൃത്വത്തിന്റെ തീരുമാനം അത് നമുക്ക് വരും മുറയ്ക്ക് അറിയാൻ കഴിയും. തൊടുപുഴയിൽ നിന്ന് എന്തായാലും PJ ജോസഫ് മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ സൂചനകൾ അത് സ്ഥിരീകരിച്ച് പറയാവുന്നത് തന്നെയാണ്. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.